നമസ്കാരം. മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. ലോഹയിട്ട തട്ടിപ്പ് വീരൻ പിടിയിൽ. കുർബാന ചൊല്ലൽ, ജോലി തട്ടിപ്പ്, പണപ്പിരിവ്, ഈ തട്ടിപ്പെല്ലാം നടത്തിയത് ലോഹയുടെ മറവിൽ. തട്ടിപ്പിന്റെ പുതിയ പുതിയ വഴികൾ കണ്ടെത്തുന്നതിന് ഗവേഷണം നടത്തുന്ന കുറച്ചു പേരെങ്കിലും നമുക്കിടയിലുണ്ട്. കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ ആധുനിക സൗകര്യങ്ങൾ ഉണ്ടായത് ഈ തട്ടിപ്പ് സംഘങ്ങൾക്ക് ഇപ്പോൾ എളുപ്പമായിരിക്കുകയാണ്. പലതരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുകൾ നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഇത്തരം തട്ടിപ്പ് സംഘങ്ങളുടെ പിടിയിൽപ്പെടാൻ ആളുകൾ ഉണ്ടാകുന്നു എന്നതാണ് അത്ഭുതകരമായ കാര്യം. കട്ടപ്പന പുളിക്കത്തറ ശ്രീരാജ് എന്ന യുവാവാണ് തട്ടിപ്പിന് ആധുനിക സംവിധാനം ഒരുക്കിയത്. വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെ നിരവധി മൊബൈൽ ഫോണുകൾ ഉപയോഗപ്പെടുത്തി ആളുകളെ വലയിൽ വീഴിക്കുന്ന ഏർപ്പാടാണ് ഇയാൾ നടത്തിയിരിക്കുന്നത്. പലതരത്തിലുള്ള തട്ടിപ്പുകളാണ് ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോഹയണിഞ്ഞ് കുർബാന നടത്തുന്ന ചിത്രങ്ങൾ മോർഫ് ചെയ്തതിനു ശേഷം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. തുടർന്ന് പലതരത്തിലുള്ള സംഭാവനകൾക്കും സഹായ അഭ്യർത്ഥനകൾക്കും മെസ്സേജ് ഇട്ടുകൊണ്ട് സ്വന്തം അക്കൗണ്ടിലേക്ക് പണം തട്ടിയെടുക്കുന്ന ഏർപ്പാടാണ് ഇതിലൊന്ന്. സമൂഹ മാധ്യമങ്ങളെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ജോലി വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നും പണം സ്വന്തമാക്കി പിന്നീട് ഫോൺ ഓഫ് ചെയ്തുകൊണ്ട് രക്ഷപ്പെടുന്നതാണ് ഇയാളുടെ ഒരു ഏർപ്പാട്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിരവധി ഒഴിവുകളുണ്ടെന്നും ജോലി തരപ്പെടുത്തി തരാം എന്നുമുള്ള തട്ടിപ്പുകളാണ് ഇയാൾ സമൂഹ മാധ്യമങ്ങൾ വഴി നടത്തിയത്. ഇതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ സോഷ്യൽ വർക്കർ ജോലിക്ക് ആളുകളെ ആവശ്യമുണ്ടെന്നും ജോലി ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ വരയിൽ വീഴ്ത്തുകയാണ് ചെയ്തു വരുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥൻ എന്ന പേരിലാണ് ആളുകളെ സമീപിച്ചിരുന്നത്. സോഷ്യൽ വർക്കർ തസ്തികയിൽ നിയമനം നടത്തുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ സർക്കുലറിന്റെ വ്യാജ പകർപ്പുകൾ ആളുകൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും. നിരവധി മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ട് പല നമ്പറുകളിൽ നിന്നും ആൾക്കാരെ ബന്ധപ്പെടുന്ന രീതിയാണ് ഇയാൾ നടത്തിയത്. ഞായറാഴ്ച ദിവസങ്ങളിൽ ജോലിയിൽ താല്പര്യം കാണിച്ച ആൾക്കാരെ ബന്ധപ്പെടുകയും ട്രഷറി മുടക്കമായതിനാൽ തന്റെ അക്കൗണ്ടിൽ പണം ഇടാൻ ആവശ്യപ്പെടുകയും അടുത്ത ദിവസം പണം താൻ ഓഫീസിൽ അടയ്ക്കും എന്നും അറിയിച്ചുകൊണ്ടാണ് ആൾക്കാരിൽ നിന്നും ഇയാൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിരുന്നത്. കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് കൃത്രിമ രേഖകൾ ഉണ്ടാക്കി ആൾക്കാരെ വഞ്ചിച്ച് പണം തട്ടിയെടുത്തതായി കണ്ടെത്തിയിട്ടുണ്ട്. അക്കൗണ്ടിൽ പണം വന്നു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നീട് ഈ മൊബൈൽ നമ്പർ ഓഫാക്കി രക്ഷപ്പെടുന്ന തട്ടിപ്പാണ് ഇയാൾ നടത്തിയത്. ഇത്തരം തട്ടിപ്പിൽ വീണത് കൂടുതലും സ്ത്രീകളാണെന്നതും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും തട്ടിപ്പ് സംബന്ധിച്ച് കുടുക്കിൽപ്പെട്ട ചിലർ തിരുവനന്തപുരം സൈബർ പോലീസിൽ പരാതി സമർപ്പിച്ചപ്പോൾ അന്വേഷണം നടത്തിയതിനെ തുടർന്നാണ് ഇയാളുടെ തട്ടിപ്പുകൾ കണ്ടെത്താൻ കഴിഞ്ഞത്. ഇടുക്കിയിൽ നിന്നും പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസവും മലയാള മാധ്യമങ്ങളിൽ തൊഴിൽ തട്ടിപ്പുകൾ അടക്കമുള്ള വിവിധ സാമ്പത്തിക തട്ടിപ്പുകളുടെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ വലിയ അറിവുള്ള സമൂഹം എന്നൊക്കെ അഭിമാനിക്കുന്ന മലയാളികളുടെ ഇടയിൽ ഇത്തരം തട്ടിപ്പ് വീരന്മാർ ഇപ്പോഴും പല വേഷങ്ങളിൽ അവതരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ ലോഹയിട്ട തട്ടിപ്പ് വീരന്റെ കഥകൾ. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേരിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ ഇയാൾ തട്ടിയെടുത്തതായിട്ടാണ് അറിയുന്നത്. സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് ലോഹ ധരിച്ച ചിത്രം മൊബൈലിൽ എടുത്ത് അത് കുർബാന നടത്തുന്ന ഭാഗമായി മോർഫ് ചെയ്ത് അതിവിദഗ്ധമായി സംഭാവന പിരിക്കുന്ന ഇത്തരം തട്ടിപ്പ് വേലകൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ യഥാർത്ഥ പള്ളി വൈദികർ കൂടി ശ്രദ്ധിക്കുന്നത് നല്ലത് തന്നെയായിരിക്കും. നന്ദി, നമസ്കാരം.